സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു KST ഗെയിമിംഗ് വേൾഡ്. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 3 ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഒരു ബ്രീഡർ പണിതിട്ടുണ്ടായിരുന്നു. അത് വർക്കിംഗ് ആണ്. അത് ഇവിടെ വില്ലേജറൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം AFK നിന്നായിരുന്നു. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഇത് ബ്രീഡർ പണിത് എന്നാന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും റാൻ ഫാർമിനാണ് പണിയുന്നത്. ഞാനത് നേരത്തെ പണിതു. പിന്നെ ഇവന്മാരെ കൊണ്ട് ആവശ്യം വരുന്നത് ട്രേഡിംഗ് ഹാളിനാണ്. ഞാൻ ഇന്ന് ട്രേഡിംഗ് ഹാളാക്കാനാണ് നിൽക്കുന്നത്. ഇവന്മാരിവിടെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ചും കൂടെ ബെഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പണിയാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ബേസ് അവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പാലമൊക്കെ വെട്ടി കിടിലാക്കാം. ഒരു പാലം കെട്ടാം നമുക്കിവിടെ. അപ്പോൾ ഇതായിരിക്കും, ഇവിടെയാണ് നമ്മുടെ ബ്രീഡർ ട്രേഡിംഗ് ഹാൾ വരുന്നത്. അപ്പുറത്ത് ലോഡാവ് ഇല്ല, അപ്പുറത്ത് മലയാണ്. അതുകൊണ്ട് വേണ്ട, ഇന്ന് വില്ലേജറെ പിടിച്ചിടത്തില്ല. നമ്മൾ ജസ്റ്റ് ബിൽഡൊന്ന് ചെയ്യത്തേ ഉള്ളൂ. കുഴപ്പമില്ലാത്തൊരു വലുപ്പമുണ്ട് അതിന്. ഇവിടെ വെക്കുന്ന ഡേഞ്ചറാണെന്ന് തോന്നുന്നത്. എനിക്കറിയാം, ഞാൻ തന്നെ താഴോട്ട് പോയി. കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്, നമ്മുടെ ഡെർട്ടിൻ്റെ ആവശ്യം. ഞാനത് ഡേർട്ട് എടുത്തിട്ട് വരാം. ഇതിക്കകത്ത് ഡെർട്ട് എനിക്ക് ഫുഡിന് തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ അയൺ ഫാർം കിഡിലുമായിട്ട് വർക്കാവുന്നുണ്ട്. തുറന്ന് കാണിക്കുക. കണ്ട, ഇത്രയും ഇത് കിട്ടി. ഞാൻ പ്രത്യേകിച്ച് AFK നിന്നിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ഐറ്റംസ് കിട്ടി. ഇത് 2 അയങ്കോലൊക്കെയാണ് ഒരുമിച്ച് പോകുന്നത്. നല്ല ഇങ്ങനെ വെള്ളത്തിൽ ചാടാണ്ട്. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് ബിൽഡ് സെറ്റാക്കാം. ഞാൻ ഇവന് ഇവിടെ കെട്ടാം. അതായിരിക്കും നല്ലത്. എവിടെ ഓടിപ്പോകരുത്. അവൻ ഓടിപ്പോവും, ഭയങ്കര ചൊറയാണ്. പിന്നെ ഐറ്റംസ് ഞാൻ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ നന്ദി പറയുന്നു. നമുക്ക് ഇവിടെ പെട്ടിയിലും ബിൽഡ് ചെയ്യാം. ഇവിടെയായിട്ട് ബിൽഡ് ചെയ്യാം. അതായത് ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഈ ഒരു ഡെർട്ട് മതിയാവത്തില്ല. നോക്കാം. എൻട്രൻസ് 3 ബ്ലോക്ക്. 1 2 3 ബ്ലോക്ക്. ഓക്കെ, പിന്നെ 2 ബ്ലോക്ക് ഗ്യാപ്പ്. അതായത് ഇവിടെ വില്ലേജർ വരും. ഈ ബ്ലോക്കിൽ വില്ലേജർ വരും. ഓക്കെ, ഈ ബ്ലോക്കിൽ വില്ലേജർ വരും. ഇനി ഇവിടുന്ന് അവിടെ ആവശ്യമില്ല, അത് ഞാൻ പൊട്ടിച്ചെടുത്തോളാം. ഇനി ഇവിടെ ഇത് ഇങ്ങനെ. ഇതാണ് ഒരു ബേസിക് അത് ഏത് രൂപ. ഇതിൻ്റെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ബ്ലോക്ക് വെക്കൂല. കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയായിരിക്കും വരുന്നത്. 10 വില്ലേജർക്കുള്ള
ഇനി ഇവിടെ ഇതിപ്പോൾ 5 പേർക്കുള്ളതായില്ലേ. 1 2 3 4 5 6 7 8 9 10 പേർക്കുള്ളതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ വല്ല ബ്ലോക്കും വെക്കാം. ഇവിടെ ഇത് വെക്കാം. ഓക്കെ, ഇത് കിടിലാവും. ഇവിടെ നമുക്ക് ബ്രിഡ്ജിൻ്റെ ഇത് വെക്കാം. രസമുണ്ടായാൽ മതിയായിരുന്നു. എടാ, മിസ് ക്ലിക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൃത്തിക്ക് ക്ലിക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ മിസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. സെറ്റ്. ഇനി ഇതേ പരിപാടി അപ്പുറത്തും ചെയ്യണം. എത്ര ബ്ലോക്ക്? 2 ബ്ലോക്ക് ഗ്യാപ്പ്. ഇവിടെ മൊത്തം നമ്മുടെ അയൺ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് ആർമറും ടൂളും വെപ്പണും തരുന്ന ആൾക്കാർ. വെപ്പൺ സ്മിത്ത് 2 പേരെ ഉണ്ടാവും. ബാക്കിയെല്ലാം 9 പേര് ആർമറർ, 9 പേര് ടൂൾ സ്മിത്ത്, 9 പേര് വെപ്പൺ സ്മിത്ത്. അങ്ങനെയാന്ന് തോന്നുന്നു പറയുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാന്. ഓക്കെ, ഇത്രയും സെറ്റ്. ഇനി ഇവിടെ വർക്ക് സ്റ്റേഷൻ വരും. ഇവിടെയൊക്കെ വർക്ക് സ്റ്റേഷൻ വരും. ഇത് ഒരു 2 ബ്ലോക്കും കൂടെ പോക്കണം. 1 2 തെറ്റല്ലേ. ഇവിടെയും കവർ ചെയ്യണം. ഇവിടെ നമുക്ക് 5 വില്ലേജർ വെക്കണം. നമ്മുടെ ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ചിട്ട് ബ്രൂയിങ് സ്റ്റാൻഡ്, അവൻ്റെ പേരറിയില്ല, നമുക്ക് അവനെ ആവശ്യമുണ്ട്. പറ്റത്തില്ല അല്ലേ? ബ്ലോക്ക് ഇറക്കി വെച്ചാലോ. അതായത് ഇത് വെച്ച് ഇവിടെ 1 2 3. ഇവിടെ എത്ര പേര് വരും? ഇവിടെയും വരുമല്ലേ. അപ്പോൾ അത് വലിയ ഇഷ്യൂ ഇല്ല സത്യം പറഞ്ഞ. അപ്പോൾ 1 2 3 4 സെറ്റ്. 1 2 3 പോയി. കരയെ കണ്ട താഴെ വീണു. കണ്ട, മൊത്തത്തിൽ സേഫ്റ്റി ആയിട്ടുണ്ട്. ഇനി ഈ പോച്ചയെല്ലാം വെട്ടിക്കളയാം. ഇനി ചെയ്യണ്ടേ? ഫ്ലോർ മാറ്റുന്നില്ല. ഫ്ലോർ പച്ചപ്പായിട്ട് തന്നെ കിടക്കുന്നു. പോട്ടെ, കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. ഇനി ഇതന്നെ മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാനിത് മൊത്തം ബിൽഡ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ട്രേഡിംഗ് ഹാള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി വില്ലേജറെ പിടിച്ചിടണം. അത് ഈ എപ്പിസോഡിലില്ല, അടുത്ത എപ്പിസോഡിലാവട്ടെ. ഇപ്പോൾ കുറേ നേരമായിരിക്കുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഗ്രൗണ്ട് ഞാൻ മാറ്റുന്നില്ല, ഗ്രാസിൽ തന്നെ നടന്നോട്ടെ, അത് രസം. പിന്നെ പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള ലുക്ക്. ചർച്ചൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. കാര്യമൊക്കെ ഉണ്ട്. എൻ്റെ കുതിര എവിടെയോ പോയി. ഇങ്ങനെയാണ് ഇതിൻ്റെ പുറംഭാഗം കാണാൻ. ഉള്ളിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇനി വില്ലേജറെ കൊണ്ട് ഇട്ടിട്ട് വേണം അതിനകത്ത് വല്ല ഡെക്കറേറ്റിങ് പരിപാടി ചെയ്യണമെങ്കിൽ ചെയ്യാൻ തന്നെ. അവന്മാരെ കൊണ്ട് ഇട്ടാൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായല്ലോ. ആർമറും ടൂളൊക്കെ കിട്ടിയാൽ കുറച്ചും കൂടെ എളുപ്പത്തിലെല്ലാം ചെയ്യല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. 2 ഫ്ലോറുണ്ട് മുകളിലായിട്ട്. ഇതാകണ്ട, ഇങ്ങനെയാണ് ഇതിപ്പോൾ ഉള്ളത്. അടിയിൽ മുകളിൽ ഒരേ
ഇതേപോലെ തന്നെ ഈ ഒരു വരിയിൽ 10 പേര്, ഈ ഒരു വരിയിൽ 10 പേര്, അതുപോലെ ഇവിടെ ഒരു 6 പേര്. അടിയത്തെ 10 വരിയിൽ 9 വരി ഇവിടം വരെ നമ്മുടെ അയൺ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. 9 18 പേര് അയൺ ട്രേഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇച്ചിരി കൂടുതലാണ്, കുഴപ്പമില്ല. അത് ആവശ്യം വരും എന്തായാലും നമുക്ക്. കാരണം ഇവന്മാർ പെട്ടെന്ന് ട്രേഡ് ലോക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ 18 പേര് കുറച്ച് കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതലാണ്. ഇവിടെ മൊത്തം ഇപ്പം 40, 50, 52 പേര് ഇതിനകത്ത് നിൽക്കും. ഈ ഒറ്റ ഏരിയക്കകത്ത് 52 വില്ലേജർ നിൽക്കും. അത് കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ആർമർ തരുന്ന വില്ലേജറും ഇവിടെ ടൂൾസ് തരുന്ന വില്ലേജറും പിന്നെ ഈ 2 ഏരിയ ഇവിടെ നമുക്ക് വെപ്പൺസ് തരുന്ന വില്ലേജറും ആയിരിക്കും. ഇവിടെ നമുക്ക് ഫുഡ് തരുന്നവർ ഒന്നെങ്കിൽ ഞാൻ മുകളിൽ സെറ്റ് ചെയ്യും, ചിലപ്പോൾ മുകളിൽ സെറ്റ് ചെയ്യാനാണ് ചാൻസ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വേറെ വില്ലേജറുണ്ടല്ലോ, ഈ ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഒരു വില്ലേജർ, പിന്നെ ഫ്ലക്ചർ, അങ്ങനെ കുറച്ച് പേര് ഇതാ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജും സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാം. ബുക്കും പിന്നെ ആർമറും, എന്തായാലും ആർമർ ഇവിടുന്ന് കുറേ മേടിക്കേണ്ടി വരും, ടൂൾസും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാനാണ് ഈ ഒരു 9 വരി, അല്ല 9 ജസ്റ്റ്. കുഴപ്പമില്ല. അതുപോലെ തന്നെ മുകളിലും അതെ ഉണ്ട്. ഇത്രയും ഇവിടെ സ്റ്റോറേജ് ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് മൊത്തം 52 വില്ലേജർ കയറും. എൻ്റെ സിസ്റ്റം അടിച്ച് പോവുന്നുണ്ട്, അറിയത്തില്ല. ഇപ്പോൾ മഴയും പെയ്യും, കടന്നുറങ്ങാൻ പറ്റണം. ഇല്ല, നൈറ്റല്ല. എന്നാലും എൻ്റെ കുതിര എവിടെ പോയുണ്ട്. കുതിരയ്ക്ക് കുതിര എന്നുള്ള പേരിട്ടാണ് കുടുംബത്തിന്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് ഉണക്കത്തെ കണ്ടന്റ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.